പ്രസവവുമായി ബന്ധപ്പെട്ട സേവനം ചെയ്യുന്ന സഹോദരിമാരുണ്ടാകും, പ്രായമുള്ള, അവർക്ക് നല്ല വിവരം ഉണ്ടാവും, ഇത് സംബന്ധമായ നല്ല സ്കില്ലുണ്ടാവും, നല്ല നൈപുണ്യം ഉണ്ടാവും അവർക്ക്. കാരണം അത്രയും അവർക്ക് അതിനുമായി ബന്ധപ്പെട്ടുള്ള പരിചയം ഉണ്ടാവും. ഇപ്പോൾ ഇത് വിശദമായി പഠിച്ച ചില ഡോക്ടർമാരുടെയൊക്കെ അവരുടെ ആ ഒരു നിർദ്ദേശം പാലിച്ചാൽ നമുക്കെന്ത് മനസ്സിലാകും, എന്തൊക്കെയാണ് പാലിക്കേണ്ടതെന്ന് മനസ്സിലാകും, എന്തൊക്കെയാണ് മുലയൂട്ടുന്ന സമയത്ത് പാലിക്കേണ്ടത്. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് അവിടെ ഒന്ന് വേഗം സ്കിപ്പാകാം. ഈ മുലയൂട്ടുന്ന സമയത്തുള്ള ഉമ്മമാർ, ചെറിയ കുഞ്ഞുങ്ങളുള്ള ഉമ്മമാർ എല്ലാറ്റിനും എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാരാണ് ചില സ്ഥലത്ത്. ഇവിടെ അല്ല, വേറെ ചില നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പണിയുണ്ടെങ്കിൽ അവർക്കപ്പോൾ കുഞ്ഞുണ്ട്, പള്ളിയിൽ ഉസ്താദിന് ചിലവ് കൊടുക്കണം, ചെറിയ കുഞ്ഞനുണ്ട്, അങ്ങനെ തുടങ്ങി എല്ലാറ്റിനും എക്സ്ക്യൂസാണ് ചെറിയ കുഞ്ഞനുണ്ട് എന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഇതിൻ്റെ ഒരു ബാക്കി പത്രമാണ്. ഞാൻ ഒരിക്കലും ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു കമ്പനി ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഈ സഹോദരിമാരുടെ പരാതികൾ പറയാൻ പറഞ്ഞു. അത് കുറേ പരാതി വന്നത് എന്താ അറിയോ? ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പം ഞാൻ ഈ വിഷയവും കൂടി പറഞ്ഞതുകൊണ്ട് എന്നെ ക്രോസ് ചെയ്യാനുള്ള ഒരു ചെക്ക് പറഞ്ഞതും കൂടിയാണ്. അതെന്താ? ഈ ചെറിയ കുഞ്ഞിൻ്റെ കേസ് പറഞ്ഞാൽ ഇതിനെന്താ മറുപടി പറയുക? ചെറിയ കുഞ്ഞിനോട് എന്ത് പറയാനാ? അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളെ പ്രശ്നം എന്താ? ചെറിയ കുഞ്ഞുങ്ങൾ തീരെ വല്ലാതെ കരയുക, തീരെ ഉറങ്ങുന്നില്ല, ഈ പ്രശ്നം പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ മുലയൂട്ടാറുണ്ടോ എന്ന് ചോദിക്കാനും കാരണമുണ്ട്. ഈ കാലത്ത് ഈ ജഹാലത്ത് കൂടുതലാണ്, അന്ധകാരം കൂടുതലാണ്. വിവരമുണ്ട് എന്നുള്ള തോന്നലും വിവരക്കേടൊരു അലങ്കാരമാക്കുന്ന കാലമാണ്. അതായത് കുഞ്ഞിനെ മുലയൂട്ടിയാൽ ബ്രസ്റ്റിൻ്റെ സൗന്ദര്യം പോകുമെന്ന് വിശ്വസിക്കുന്ന, ഞാൻ അവിടെ പ്രയോഗിക്കേണ്ട പദം പ്രയോഗിക്കുന്നില്ല, അത്തരം സഹോദരിമാർ ഇന്ന് പലയിടത്തും കാണാം. മുലയൂട്ടിയാൽ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, എന്ത് മുലയൂട്ടാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉണ്ട്. അടുത്ത എൻ്റെ ചോദ്യം, മുലയൂട്ടുന്ന സമയത്ത് നിങ്ങൾ ഫോൺ ഉപയോഗിക്കാറുണ്ടോ? അപ്പം 100% എല്ലാവരും മുലയൂട്ടും. കാരണം ഫ്രീ ടൈം അല്ലേ, 2 കൈയും ഫ്രീ അല്ലേ, അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇതാണ് മിസ്റ്റേക്ക്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു 4 ആഴ്ചത്തെ പ്രോഗ്രാമാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരാഴ്ചയെങ്കിലും മിനിമം മൊബൈൽ 2 മീറ്റർ, കാരണം 1 മീറ്റർ ഇതന്നെ ഉണ്ടാവില്ലേ, അപ്പോൾ 2 മീറ്റർ അകലം വെക്കാൻ പറഞ്ഞു. വൈബ്രേഷനും ഒഴിവാക്കണം, കാരണം ഇതെന്ന് പറയില്ലേ, അതും ഒഴിവായാലേ അത് തൊടാതിരിക്കുള്ളൂ. അങ്ങനെ മുലയൂട്ടണം. അപ്പം നേരത്തെ അവരെ കംപ്ലൈൻറ്റ് എന്തായിരുന്നു എന്നറിയോ? 1 മണിക്കൂറൊക്കെ എടുക്കും കുഞ്ഞിനെ മുലയൂട്ടി കഴിയാൻ. എന്നാലോ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി കിടന്ന ഉമ്മാനോട് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. കുഞ്ഞിനെ ഉറക്കാൻ കിടന്ന അമ്മ ഉറങ്ങി, അവസാനം ഈ മുലയൂട്ടിൽ കഴിഞ്ഞ് ഉമ്മ എഴുന്നേൽക്കുമ്പോൾ ഇമാമായിട്ട് എഴുന്നേൽക്കുന്നത് കുഞ്ഞാണ്, പേപ്പൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വലിയൊരു ശല്യമാണ്. ആ സ്ഥാനത്ത് ഇവിടെ എന്തായി മാറി? 10 മിനിറ്റൊക്കെ മുലയൂട്ടുമ്പോഴേക്ക് കുഞ്ഞുറങ്ങുന്നു, എന്നാലോ മണിക്കൂറുകളോളം ഉറങ്ങുന്നു. അങ്ങനെ ഉറങ്ങിയാൽ അവിടുന്ന് അങ്ങോട്ട് കുഞ്ഞിൻ്റെ ഹെൽത്തിലും മൈൻഡിലും അവരുടെ ആരോഗ്യത്തിലും സ്വഭാവത്തിലും മാറ്റം വരുന്നു. സ്വഭാവത്തിൽ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ കരയുന്നത് കൃത്യമായ കാരണമുള്ളത് കൊണ്ടാണ്. ആ കാരണം മനസ്സിലാക്കണം ഉമ്മമാർ. ഞാൻ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നത് കാണാം, വൈകുന്നേരമായ ഒരു കരച്ചിലാണ്, അല്ലെ ചില സമയമായാലും ഒരു കരച്ചിലാണ്. അത് കരച്ചിൽ പലപ്പോഴും കുട്ടികളോടുള്ളൊരു വെറുപ്പായിട്ടാണ് ചിലർ പറയുക. അത് വെറുതെ കരയാണ് എന്നൊക്കെ പറയും. കുഞ്ഞുങ്ങൾ കരയുന്നതിന് കൃത്യമായി കാരണമുണ്ട്. അതിലൊന്ന് മാനസികമായ കാരണമാണ്, മറ്റൊന്ന് ശാരീരികമാണ്. എന്താ ശാരീരികം? വിശപ്പുണ്ടായാൽ കരയും, അസുഖമുണ്ടായാൽ കരയും. അസുഖം എന്ന് പറഞ്ഞാൽ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത്, മുലയൂട്ടുന്ന ഉമ്മമാർ പ്രത്യേകിച്ചും അധികം ഹെവി ഫുഡുകൾ അല്ല കഴിക്കേണ്ടത്. അതുപോലെ കൂടുതൽ മാംസം അത് അമിതമായി, അതായത് ആഴ്ചയിൽ എല്ലാ ദിവസവും മാംസം കഴിക്കുക, അങ്ങനെ കഴിക്കരുത്. ആഴ്ചയിൽ 2 or 3 ഒക്കെ ദിവസം മതിയാകും. അതുപോലെ മറ്റൊന്ന്, ഇലക്കറികൾ ധാരാളമായി വരണം. പിന്നെ ധാന്യങ്ങൾ ധാരാളമായി വരണം.
വെജിറ്റബിൾസ് ധാരാളമായി വരണം. ഇങ്ങനെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഭക്ഷണങ്ങൾ തയ്യാറാക്കേണ്ടത്. അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ കുട്ടിക്ക് ദഹന പ്രക്രിയ നന്നാകും. അതല്ല എല്ലാ ദിവസവും ലിവറും എല്ലാ ദിവസവും ഇറച്ചിയും ഒക്കെ കഴിച്ചാൽ കുട്ടിയുടെ ദഹന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കൂടും. പിന്നെ മാനസികമായ കാരണങ്ങളിൽപ്പെട്ടതാണ് ഉമ്മ എപ്പോഴും ടെൻഷനിലാണ്. എന്താ ടെൻഷന്? ചിലർക്കൊക്കെ ടെൻഷൻ, സാമ്പത്തിക ടെൻഷൻ ഉണ്ടാകും, വീടാകാത്തത്, ഭർത്താവിൻ്റെ പണി, അങ്ങനെ എല്ലാ ദുനിയാവിലെ ടെൻഷനും മൂപ്പത്തിയാരായിരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാകുക. അങ്ങനെ ഉണ്ടാവും. വേറെ ഒരു ടെൻഷനും ഇല്ലെങ്കിൽ പണ്ടൊരാൾ ചോദിച്ചിരുന്നു, ഇന്ന് കലഹിക്കാൻ ഇന്നെന്താ വഴി, ഇന്ന് എന്താ വഴി എന്നിറക്കി ഞാൻ അറിഞ്ഞുകൂടാത്തതാണ് അന്ന് കലഹിക്കാനുള്ള വഴി. അങ്ങനെ ഉണ്ടാവും ചില സ്ഥലത്ത്. ഉമ്മമാരുടെ ചില സങ്കടം എന്താണെന്നറിയോ? ഫലസ്തീനിലെ കുട്ടികളെ നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റേ വേറൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെ പരിപാടി നോക്കിയിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ചില ബ്ലോഗർമാരുണ്ടാവും. അടുക്കളയിൽ ഉള്ള കാര്യവും അതുപോലെ ബാത്റൂമിലുള്ള കാര്യവും ഇനി പ്രസവിക്കുന്നതടക്കം വ്ലോഗ് ചെയ്യുന്നൊരു വല്ലാത്തൊരു ദുരന്തം പിടിച്ചൊരു കാലമാണ്. അത് കണ്ടിട്ട് അതാ പിന്നെ ടെൻഷൻ. വേറൊരുത്തൻ 4 കെട്ടിയിട്ട് അത് വ്ലോഗ്, എന്നിട്ട് അത് കണ്ട് ചിരിക്കാനും കറിയാനും കുറേ ബുദ്ധിയില്ലാത്തവരെന്നൊക്കെ പറയേണ്ടത്. പറ്റ ഇത്തരം സദസ്സുകൾ ഇത് പറയാൻ പാടില്ലല്ലോ. അങ്ങനെയുള്ള മനുഷ്യന്മാർ. എന്നിട്ട് ഇതും മനസ്സിൽ വെച്ച് കുഞ്ഞിനെ മുലയൂട്ടിയാൽ ഈ മുലപ്പാൽ എന്ന് പറയുന്നത് അത് നേരത്തെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച ടാങ്കിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് നമ്മുടെ ഗ്ലാൻഡുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിൻ്റെ കൂടെ ഇമ്മ്യൂണേഷൻ വരികയും ചെയ്യേണ്ട സാധനമാണ്. ഇമ്മ്യൂണേഷൻ നഷ്ടപ്പെടും, മുലപ്പാലിൻ്റെ ഉൽപ്പാദനം വരെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ആ മുല കുടിച്ച കുട്ടിക്ക് ഉള്ള ഉറക്കം കൂടെ പോയി കിട്ടും. നേരത്തെ ഉണ്ടായിരുന്നു, ഒരു ക്ഷീണത്തിൻ്റെ ഉറക്കം ഉണ്ടായിരുന്നു, ആ ഉറക്കം കൂടെ കുട്ടിക്ക് പോയി കിട്ടും. അതാണ് ചിലപ്പോൾ കുട്ടി കരയുന്നത്. അപ്പോൾ കുഞ്ഞിനോട് സ്നേഹം കാണിക്കേണ്ടതും നിലപാട് കാണിക്കേണ്ടതും ഈ രീതിയിലാണ്. നല്ല താല്പര്യത്തോടെയും ഇഷ്ടത്തോടെയും സ്നേഹത്തോടു കൂടെയും കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റണം. അതുപോലെ കുഞ്ഞിനോട് പെരുമാറുന്ന പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമായ ഒരു അനുഭവം പറയാം. ഒരു ദിവസം ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു മാതാവ്, ചെറുപ്പക്കാരിയാണ്, അവർ കുഞ്ഞിനെങ്ങനെ കലമ്പാണ്, കുഞ്ഞിനെതിരെ ഇങ്ങനെ പരാതികൾ പറയാണ്. ഞാൻ ചോദിച്ചു, എന്തെങ്ങനെ പറയുന്നത്? അത് നോക്കുമ്പോൾ മൂത്രമൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി കാലിൻ്റെ മുകളിൽ ഇരുത്തുന്നൊരു ഇരുത്തമുണ്ട് ആ ഭാഗത്തൊക്കെ. അപ്പം ഇങ്ങനെ ഇരുത്തിയിട്ട് കുഞ്ഞു അപ്പം മൂത്രമൊഴിച്ചില്ല. കൊണ്ടുവന്ന് ബെഡ് കിടത്തി 2 മിനിറ്റ് കൊണ്ട് കുഞ്ഞു മൂത്രമൊഴിച്ച്. ഇതാ പരാതി. അപ്പം മൂപ്പത്തിയാരുടെ അവകാശവാദം എന്താ അറിയോ? മൂപ്പത്തിയാരുടെ പെറ്റീഷൻ ഇത് ബോധപൂർവം എനിക്കെതിരെ മൂത്രമൊഴിച്ചതാണ്, ബോധപൂർവം എനിക്കെതിരെ മൂത്രമൊഴിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി. ഇങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി മൂത്രമൊഴിക്കുക. എന്നാൽ ഇത് പരാതിയായി ഉന്നയിക്കുമ്പോൾ ഇവർ പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ഇതൊരു മഹാകുരുത്തക്കേടാണ്. ഇങ്ങനെ പ്രയോഗിക്കരുത്. നാം തലമുതിർന്ന കാരണവന്മാർ ചിലപ്പോഴൊക്കെ വീടുകളിൽ സന്ദർശിക്കാൻ, ചെറിയ കുട്ടികളെ സന്ദർശിക്കാൻ വന്നാൽ നമ്മൾ പറയുന്ന തമാശ ഉണ്ടാവും. കൊച്ചുകള്ളൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങൾ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ കുഞ്ഞുങ്ങളുണ്ടായാൽ ഒരു ക്രൂരവിരോധമുണ്ട് ചിലർക്ക്. എന്താ അറിയോ? ചിലർ തൊട്ടുമേലൊരു കുട്ടി ഉണ്ടാവും, ആ കുട്ടിയോട് പറയും ഇതിനെ ഞാനിങ്ങ് കൊണ്ടുപോവാണ്, അല്ലേ? തമാശക്കെല്ലാവരും പലരും പറയുന്നതാണ്. കൊടും ക്രൂരതയാണ്, പറയാൻ പാടില്ല. അതുപോലത്തെ ഒന്നാണ്, ഇനി ഉമ്മാക്ക് കുഞ്ഞു പാവയെ കിട്ടി, ഇനി നിന്നെ വേണ്ട പറയരുത്. നിങ്ങളൊരു കുഞ്ഞിനെ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമായ ക്രൂരതയാണത്. തോക്കെടുത്ത് കുഞ്ഞിനെതിരെ നിറയൊഴിക്കുന്നതിനേക്കാൾ ക്രൂരമായ കുറ്റകൃത്യമാണ്. അത്ര ഭയാനകമാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടാകുന്ന വേദന. ആ കുഞ്ഞിനപ്പുണ്ടാകുന്ന പെയിൻ വളരെ ഗൗരവമുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കുഞ്ഞിനെ പ്രകോപിപ്പിക്കരുത്. ചെറിയ കുഞ്ഞുങ്ങളുടെ ചില പ്രായമുള്ള ആൾക്കാർക്കുണ്ട് ഒരു തമാശ. എന്താ? കുട്ടീൻ്റെ കയ്യിലൊരു കളിപ്പാട്ടുണ്ടാവും, അതിങ്ങ് പിടിച്ചു വാങ്ങുക, എന്നിട്ട് കൊടുക്കാതിരിക്കുക, കളിപ്പിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. ക്രൂരതകളാണ്. ഇത്തരം ക്രൂരതകൾ ചെറിയ മക്കളോട് നാം പെരുമാറുന്ന സമയത്ത് അത് മാരകമായ പരുക്കുകൾ കുട്ടികളിൽ ഉണ്ടാക്കും. ചില ഉമ്മമാർക്കും അതൊരു തമാശയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ
ചിലരൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുകയേ ചെയ്യരുത്. നിങ്ങൾ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരോട് അഭിപ്രായം ചോദിച്ചു നോക്ക്. കുട്ടികൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത്? അവൈലബിൾ ആക്കുക, ലഭ്യമാക്കുക. എന്നിട്ട് എപ്പോഴാണോ വേണ്ടത് അപ്പം കൊടുക്കുക. കാരണം കുട്ടികൾക്ക് കുറേശ്ശ ഇച്ചിരിയായിട്ട് പലതവണ ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. അതിന് ചില ഉമ്മമാർക്ക് എനിക്ക് ഒറ്റ സമയത്ത് എൻ്റെ പണിയൊക്കെ തീരണം എന്നിട്ട് വേണം ബാക്കിയുള്ള, അങ്ങനെ ഷാഢ്യം വെക്കരുത്. അതിനുള്ളൊരു സൗകര്യം ഒരുക്കിയാൽ മതി. കേടാകാത്ത രീതിയിൽ അവർക്ക് ഭക്ഷണം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്തു കൊടുത്താൽ മതി. അതിനാദ്യം മനസ്സിൽ സ്നേഹം വേണം. 2 കാര്യം ഞാൻ പറഞ്ഞത്, 1 സ്നേഹം വേണം, 2 നിലപാട് വേണം. ഈ നിലപാട് എന്താണ്? നിലപാട് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ചെറിയ കുട്ടികൾ അവർ അസ്ഥാനത്തും ചിലപ്പോഴൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കും. ഉദാഹരണത്തിന് പ്രസവിച്ച് വീണ കുട്ടിയടക്കം ഇപ്പോൾ ഐഫോൺ കണ്ടാൽ അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ലോകമാണിത്. അപ്പോൾ എന്ത് ചെയ്യരുതെന്നറിയോ? ഇപ്പോൾ നമുക്കതൊരു സുഖമാണ്. നമ്മളെ കുട്ടി ഇപ്പോൾ നമ്മൾ ഐഫോൺ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, 40-ന് ശേഷം തുടങ്ങിയതാണ്, ഓൻ ഇപ്പം തന്നെ തുടങ്ങിയല്ലോ എന്നുള്ള അന്തസ്സാണ്. എന്നിട്ട് വേഗം കൊടുക്കുകയും ചെയ്യും. ചെറിയ മക്കൾ കൊടുക്കരുത്. അത് നിങ്ങളെ നിലപാടില്ലായ്മയാണ്. ഈ നിലപാടില്ലായ്മ വലുതായിട്ടാണ്. സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചോദിച്ചു? ടൂറിന് 3000 വേണം, 2000 തന്നെ അരി വാങ്ങാൻ തികഞ്ഞിട്ടില്ല. മൂപ്പര് അതിൻ്റെ വെറുപ്പിൽ ഈ തെരുവിലാന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ഒന്ന് കുളിമുറി തൂങ്ങിയത്, വേറൊന്ന് ബെഡ്റൂം തൂങ്ങിയതൊക്കെയാണ് പത്രത്തിൽ കാണുന്നത്. ഇങ്ങനെയാകുന്നത് ഇവിടെ നിന്ന് വലുതായതാണ്. എവിടെ നിന്ന് വലുതായത്? ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കുന്ന മണ്ടത്തരത്തിൽ നിന്ന് വലുതായതാണ്. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഒരു ദിവസം ഒരു ചെറിയ കുട്ടിയെയും കൊണ്ടൊരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. എന്താ കേസ് എന്നറിയാം? ഫോൺ ഉപയോഗം കൊണ്ട് നിവൃത്തി കെട്ടിട്ടുണ്ട്, ആകെ നിലവിട്ടു പോയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അപ്പോൾ എന്താ പ്രശ്നം? ചെറിയ കുട്ടി എപ്പോഴും ഫോണ് വേണം. ഫോണില്ലാത്ത ഒരു പരിപാടിയും നടക്കൂല. അപ്പോൾ ഞാനിങ്ങനെ കേട്ടു. ഏകദേശം 1/2 മണിക്കൂറോളം ഈ ഉമ്മ ചെറിയ കുട്ടിയെപ്പറ്റി പരാതി പറയാണ്. മെയിൻ പരാതി എന്താ? ഫോൺ ഉപയോഗം. പക്ഷെ ഇത് പറഞ്ഞു ഏകദേശം തീരാനായി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങാമെന്ന് കരുതിയപ്പോൾ അപ്പോൾ ഉണ്ട് കൂടെ വന്ന വല്യുപ്പ, അഥവാ ഈ കുട്ടീൻ്റെ ഉപ്പാൻ്റെ ഉപ്പ പറയുന്നത്, ഉസ്താദേ കുട്ടീൻ്റെത് ഇപ്പോൾ തീർന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ തള്ളൻ്റെത് പ്രശ്നമൊന്നും, ഈ കുട്ടീൻ്റെ ഉമ്മാൻ്റെ പ്രശ്നമൊന്നും മാറ്റിത്തരണം. എന്താ? അയാൾ പറഞ്ഞു, ചെമ്പ് ഇപ്പോൾ 3 എണ്ണമാണ് കത്തിപ്പോയതെന്ന്. ഈ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ചെമ്പില്ലേ, അതിനാ പറയുന്നത്. അത് 3 എണ്ണം കത്തിപ്പോയി. എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. അലൂമിനിയത്തിൻ്റെ ചെമ്പ് കത്തിപ്പോയി എന്ന് പറഞ്ഞിട്ട് അപ്പം അദ്ദേഹം വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചത്? 11:30 ചോറ് വെക്കാൻ വേണ്ടി വെള്ളവും ചെമ്പും ഗ്യാസിൻ്റെ മുകളിൽ വെച്ചതാണ്. ഗ്യാസ് ഓണാക്കിയത് കൊണ്ട് വിറകാണെങ്കിൽ വിറക് കത്തിത്തീർന്നാൽ ഇത് തീരും. ഗ്യാസ് തീരണ്ടേ? അതുവരെ കത്തും. കത്തി 1 മണിയായപ്പോൾ അപ്പുറത്തുനിന്ന് വിളിച്ചു ചോദിക്കുന്നത് അതെന്താ ഒരു സ്മെല്ല് വരുന്നത്? നോക്കുമ്പോൾ ചെമ്പിലെ വെള്ളം തീർന്നതിന് ശേഷം ചെമ്പ് കത്തിയിട്ട് ഓട്ടയായിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് കത്തിയാൽ അടുത്തത് വെക്കുമ്പോൾ മാറ്റം വേണ്ടേ? ഉമ്മാക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്നാണ് വല്യാപ്പ പറയുന്നത്. ഇതൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് ആരെയാ ചികിത്സിക്കേണ്ടത്? കുട്ടികൾക്ക് ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ നിലപാട് വേണം. ചെറിയ മക്കൾക്ക് ഫോൺ കൊടുക്കേണ്ടതില്ല. അല്ലോ സദാ നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. എൻ്റെ വീട്ടിലെ കുട്ടി അങ്ങനെയൊന്നുമല്ല. നിങ്ങളെ കുട്ടി ഈ മനുഷ്യന്മാരെ മക്കളായിട്ടുണ്ടായതല്ലേ? എങ്കിലും ഞാനീ പറയുന്നത് പോലെയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫോണ് കൊടുക്കാതിരുന്നാൽ മതി. പക്ഷെ നിങ്ങൾ ആ അസുഖത്തിന് കുറവ് വേണം. ഏതസുഖത്തിന്? നമ്മളെ ചെമ്പ് കത്തിപ്പോകുന്ന അസുഖത്തിന് കുറവ് വേണം. അഥവാ ഇൻസ്റ്റയും ഫേസ്ബുക്കിലെ റീൽസും അതുപോലെ യൂട്യൂബിലെ ഷോർട്സും കണ്ടിട്ട് അങ്ങ് നേരം വെളുത്തു പോകുന്ന കൗമാകരുത്. 20 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ തുടർച്ചയായി ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായി മറ്റുള്ളവരുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പുരുഷന്മാരുണ്ടല്ലോ എൻ്റെ സദസ്സിൽ. ഒരു ഷോപ്പിൽ പോയിട്ട്
ഒരു ഷോപ്പിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഷോപ്പിലിരിക്കുന്ന ഒരു ജോലിക്കാരൻ, അദ്ദേഹം അരമണിക്കൂറിൽ കൂടുതൽ ഷോർട്സോ റീൽസോ കാണുന്ന ഒരാളാണെങ്കിൽ ആ കച്ചവടം വല്ലാതെ മുന്നോട്ട് പോകില്ല. അത്ര ഗൗരവമാണ് ഈ സാധനം തുടർച്ചയായി കണ്ടിരിക്കുക. ഷോർട്സ് റീൽസ് പോലെയുള്ള സാധനങ്ങൾ തുടർച്ചയായി കാണുക എന്ന് പറയുന്നത് അതിമാരകമായ പ്രശ്നമാണ്. ഉമ്മമാരിത് കാണുന്നവരുണ്ടോ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾ മറ്റുള്ളവരോട് യോജിച്ചു പോകാനുള്ള സാധ്യത നന്നായിട്ട് കുറയും. വേഗം പ്രശ്നം ഉണ്ടാവും. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും തമ്മിൽ കലഹം ഉണ്ടാവും. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും. എന്താ കാര്യം? ഈ ഷോർട്സും റീൽസും കണ്ട ഉടനെയുള്ള ഒരു ഷോപ്പുകാരനോട് ചോദിക്കുന്നു, പെന്നിന് എത്രയാ പൈസ? എനിക്ക് ഈ എന്നുള്ള ചോദ്യം കേട്ടാത്തൊന്നും ഇനി മേലിൽ അവിടത്തേക്ക് കയറരുത്. ഇതേ സാധനം ഒരു വീട്ടിലെ മരുവോള് അമ്മായിമാനോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കുങ്ങൾ. പിന്നെ വേറെ ഇടം പോകണം പ്രശ്നത്തിന്. നല്ലൊരു ശതമാനം പ്രശ്നത്തിന് ഇത് മതിയാകും. അതുകൊണ്ട് അതിഗൗരവത്തോടുകൂടെ മാതാപിതാക്കളുടെ അസുഖം പരിഹരിച്ചാൽ പിന്നെ നിങ്ങൾ എന്തുമാത്രം ചെയ്താൽ മതി, കുട്ടിക്ക് കൊടുക്കാതിരുന്നാൽ മതി. ഇപ്പം ചില വീട്ടിലൊക്കെ നമ്മളെ ഹാപ്പി സോണിലെ ട്രെയിനിങ് സെറ്റിലൊക്കെ ചിലർ വന്നാൽ കുട്ടിയുടെ പ്രശ്നം തീരും. പിന്നെ അവർ പറയുന്ന പ്രശ്നമുണ്ട്, ഉസ്താദെ ഞാനിപ്പോൾ കൊടുക്കലില്ല, ഞാൻ കൊടുക്കാത്തത് കൊണ്ട് കുട്ടിയിട്ട് ചോദിക്കലുമില്ല, പക്ഷെ വല്യാപ്പ അങ്ങ് കൊടുക്കും. അങ്ങനെയുണ്ട്. വല്യാപ്പാൻ്റെ അടുത്തും വല്യുമ്മാൻ്റെ അടുത്തും കുറച്ച് അധികാരം കൂടുതലുണ്ടാവും. ഇവിടെ സദസ്സിൽ വല്യുപ്പമാരും ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, കൊടുക്കരുത്. പക്ഷെ എന്ത് ചേരരുത് എന്നറിയോ? നിങ്ങളൊന്നും പറയാതിരുന്നാൽ മതി, ഇതൊന്ന് പൂട്ടിയാൽ മതി. നിങ്ങൾ പറയുന്ന പദങ്ങൾ മോശമാകരുത്. പദങ്ങൾ മോശമാകരുത് എന്ന് പറയുമ്പോൾ എനിക്കൊരു തമാശ ഓർമ്മയാണ്. ഒരാൾ ഭാര്യ ബാത്റൂമിൽ നിന്ന് വീണ് ചുണ്ടുപൊട്ടി. ഇപ്പോൾ ഒരു ചുണ്ട് പൊട്ടിയിട്ടാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു ഇത് തുന്നണ്ടി വരും. അപ്പോൾ ഇയാൾ ആകെ ബേജാറായി, പഠിച്ചോനെ വലിയ ക്യാഷാവോ? ഇല്ല, ഒരു 150 രൂപയാണ്. അയാൾ 300 രൂപ എടുത്ത് ഡോക്ടറെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, രണ്ടും തുന്നിക്കോ, കൂട്ടിയിട്ട് തുന്നിയാൽ മതി. പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഈ സംസാരം വല്ലാത്തൊരു പ്രശ്നം. അതായത് ഫോണ് കൊടുക്കാതിരുന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ ഫോണ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സംസാരമാണ് പ്രശ്നം. നിനക്ക് തരൂല എന്ന് പറയുന്ന പറച്ചിലില്ലേ, ആ പറച്ചിൽ കുട്ടിയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ നോർമലായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിലേ കുട്ടിയോട് സംസാരിക്കാവൂ. നോർമലായിട്ട് സംസാരിക്കാൻ അറിയണം, എന്നാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. മക്കൾക്ക് ഫോൺ കൊടുക്കാതിരുന്നാൽ മാത്രം മതി. ഒരു ദിവസം കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. കുട്ടി ചിലപ്പോൾ കരയും, നിങ്ങൾ കരയണ്ട. കുട്ടി ചിലപ്പോൾ ബഹളം വെക്കും, നിങ്ങൾ ബഹളം വെക്കാതിരുന്നാൽ മതി. നിങ്ങളൊന്ന് ശാന്തമായി ഒരേ നിലപാടിൽ ഉറച്ചു നിന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദിവസം 3 തികയൂല, കുട്ടിയുടെ അസുഖം നിൽക്കും. അതിനി യൂട്യൂബ് ഉസ്താദ് ഉണ്ടാവും. ഓരോരുത്തരും തോന്നിയ ജഹാലത്ത് മുഴുവനും വിളമ്പാനും പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് യൂട്യൂബ്. അതുകൊണ്ട് പലരും പലതും പറയും. ഒന്നും കൂടുതലായിട്ടുള്ള പണികൾ ഒരു പണിയും ചെയ്യേണ്ട, ഇപ്പറഞ്ഞ പണി മാത്രം ചെയ്താൽ മതി. പക്ഷെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം നമ്മളെ ട്രെയിനേഴ്സിൽ ഒരാൾ, നമ്മളെ ഈ സദസ്സിൽ കൂടിയുള്ള അഷ്റഫ് സക്കാഫി വല്ലപ്പുഴ, അദ്ദേഹം ഒരു കേസ് കൈകാര്യം ചെയ്തു. ഒരു കുട്ടിയുടെ കേസ്. കുട്ടി വല്ലാതെ ഗെയിം കളിച്ച് ഗെയിമിന് അഡിക്റ്റായി. അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് രക്ഷിതാക്കൾ വന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഏകദേശവും തീർന്നു. അതിലൊരു കുട്ടിയുടെ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഗെയിം വല്ലാതെ ഓവറായതാണ്. ഈ കുട്ടി അത്യാവശ്യം നോർമലായി വരുന്ന സമയത്ത്, അത് ഉഷാറാട്ടോ, ഇടക്കൊന്ന് വേണത്. അപ്പോൾ അത്യാവശ്യം ഈ കുട്ടി നോർമലായി വരുന്ന സമയത്ത് ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഗെയിം വേണം, എനിക്ക് ഗെയിം വേണം, ഒന്നുകിൽ ഗെയിം അല്ലെങ്കിൽ മരണം. ശ്രദ്ധിക്കണേ, ഒന്നുകിൽ ഗെയിം അല്ലെങ്കിൽ മരണം. അപ്പോൾ ഈ കുട്ടിക്ക് ഈ വാക്ക് പറഞ്ഞപ്പോൾ രക്ഷിതാക്കൾ വേഗം ഫോൺ കൊടുത്തു. ഇതുവരെ എടുത്ത എല്ലാ പണിയും അതോടെ ബാത്തിലായി. രക്ഷിതാക്കൾ വേണ്ടത് എന്താണ്? കുട്ടികളോട് വായി തോന്നിയാസൊന്നും പറഞ്ഞ് ശീലിക്കരുത്. അനാവശ്യങ്ങൾ, അസഭ്യങ്ങൾ പറയരുത്. നല്ല നിലവാരത്തിൽ മാത്രം സംസാരിച്ച് ശീലിക്കണം. അത് കുഞ്ഞുനാളിലേ അങ്ങനെ ആയിരിക്കണം. കുഞ്ഞുനാളിലെ മക്കളോട് സംസാരിക്കുമ്പോൾ
നല്ല നിലവാരത്തിൽ സംസാരിക്കണം. ഒരിക്കലും ലെവല് കെട്ട് സംസാരിക്കരുത്. എപ്പോഴും തൊട്ടതിനും തൊടുന്നതിനൊക്കെ പ്രഷർ കയറി സംസാരിക്കരുത്. നല്ല നോർമലായിട്ട് സംസാരിച്ച് ശീലിച്ചാൽ നിങ്ങൾ കുഴപ്പമില്ല. റെഡി. ശബ്ദത്തിന് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ശബ്ദം ഓക്കെ അല്ലേ? എന്ത് ചെയ്താൽ മതി? നോർമലായിട്ട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് ശീലിച്ചാൽ കുട്ടികളോട് നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? മോനെ, ഇത് നിനക്ക് ഗുണമല്ല, അതുകൊണ്ട് തരില്ല. 2 ജുംലയിൽ 2 സെന്റൻസിൽ കൂടരുത്. അപ്പറഞ്ഞത് ആവശ്യമുണ്ട്, വല്ലാതെ മുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 തവണ പറഞ്ഞോ, 3ാമത്തെ തവണ പറയും. അങ്ങനെ ചിലർക്ക് പറഞ്ഞാൽ ഇതിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ ഒരു 15 തവണയൊക്കെ പറഞ്ഞാലേ തീരുള്ളൂ. ഇതാണ് എല്ലാ പ്രശ്നവും. ഈ പറച്ചിലിൻ്റെ